നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനെ മുച്ചൂട് മുടിക്കാനായി ഇസ്രയേലും അമേരിക്കയും ചേർന്നിടുന്ന പദ്ധതിയിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ്. അമേരിക്കയുടെ 5ാം കപ്പൽപ്പട കൂടാതെ വൻ നാവിക വ്യൂഹം തന്നെ, വൻ സന്നാഹം തന്നെ കരിങ്കടലിൽ കൂട്ടമായി എത്തി. വളരെ നിർണായകമായ പല നീക്കങ്ങളും ഇതിനിടയിൽ പദ്ധതിയിട്ടു. ഇസ്രയേലിനൊപ്പം ചേർന്നുകൊണ്ട് ഗൾഫ് അംഗരാജ്യങ്ങൾ കൂടി ഇറാനെതിരെ ആക്രമണം കടുപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു. അതിനിടയിൽ ഇറാൻ നടത്തിയ ഒരു നയതന്ത്ര നീക്കം തന്നെയാണ് ഏവരെയും അമ്പരപ്പിച്ചിരിക്കുന്നത്. ആയുധം താഴെ വെച്ച് കീഴടങ്ങാൻ ട്രംപ് അന്ത്യശാസനം നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് തെറ്റുപറ്റി ക്ഷമിക്കണം, പൊറുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, മാപ്പപേക്ഷിച്ചുകൊണ്ട്, അയൽരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ രംഗത്ത് വരുന്നത്. നടത്തിയ ആക്രമണങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ് മസൂദ് പെസഷ്കിയാൻ. ആക്രമിച്ചതൊന്നും തന്നെ മനഃപൂർവ്വമായിരുന്നില്ല, മറിച്ച് അതൊരു പ്രതിരോധമായിരുന്നു എന്ന വിശദീകരണമാണ് നൽകുന്നത്. പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള അമേരിക്കൻ സൈനിക സന്നാഹങ്ങളെ ആക്രമിക്കാൻ തന്നെ ഇതിനിടയിൽ ഇറാൻ ലക്ഷ്യമിടുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇതൊരു കീഴടങ്ങലല്ല, മറിച്ച് ഇസ്രയേലുമായി ഗൾഫ് രാജ്യങ്ങൾ ചേരാതിരിക്കാനുള്ള തന്ത്രപരമായ നീക്കം. അതിനിടയിൽ തന്നെ അമേരിക്കയെ എങ്ങനെ ലക്ഷ്യം വെക്കണമെന്ന് ഇറാൻ പദ്ധതിയിട്ടിരിക്കുന്നു, റഷ്യയുമായി ചേർന്നുകൊണ്ട്. രഹസ്യാന്വേഷണ വിവരങ്ങൾ റഷ്യ ഇറാന് വേണ്ടി പങ്കുവയ്ക്കുന്നു എന്ന വിവരമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. കഴിഞ്ഞ ശനിയാഴ്ച യുദ്ധം തുടങ്ങിയത് മുതൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെയും വിമാനങ്ങളുടെയും കൃത്യമായ സ്ഥാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ക്രെംലിൻ ഇറാന് കൈമാറിയതായി 3 ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തലുണ്ടായി എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നത്. നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഇറാൻ കീഴടങ്ങുക, നിങ്ങളുടെ സമയം എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, IRGCയും ഇറാനിയൻ സൈന്യവും ആയുധം താഴെ വയ്ക്കണം എന്നാണ് ട്രംപിന്റെ അന്ത്യശാസനം. അല്ലാത്ത പക്ഷം ഉറപ്പായ മരണം നേരിടേണ്ടി വരുമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അമേരിക്കയുടെ സൈനിക നടപടികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തും പറയുന്നത്. ശരിയായ സൈനിക നടപടികൾ വരും ദിവസങ്ങളിൽ കാണുമെന്നാണ് പീറ്റ് ഹെഗ്സത്തിന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ അടുത്ത നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിൽ തനിക്ക് ഇടപെടേണ്ടി വരുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഇറാനിലേക്ക് അമേരിക്കൻ കരസേനയെ അയക്കാനുള്ള കാര്യം പരിഗണനയിലില്ല, മറിച്ച് വ്യോമ നാവിക സേനകൾ തന്നെയാണ് ഇറാനെ ആക്രമിക്കാൻ മുൻപന്തിയിലുള്ളത്. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം ശക്തമാക്കിയ ഒരു ഘട്ടമായിരുന്നു ഇന്നലെ രാത്രി നാം കണ്ടത്. ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിലും ഇറാനിയൻ മിസൈലുകൾ ഒരു ഹോട്ടലിലും 2 പാർപ്പിട സമുച്ചയങ്ങളിലുമാണ് വന്ന് വീണത്. നഗരത്തിന്റെ തീ പിടിച്ച ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു. ബഹ്റൈനിൽ തങ്ങളുടെ നാവികസേനയെ ലക്ഷ്യം വെക്കപ്പെട്ടതായി ഖത്തറും പറയുന്നു. റിയാദിന് സമീപത്തെത്തിയ 3 ഇറാനിയൻ ഡ്രോണുകൾ സൗദി അറേബ്യ വെടിവെച്ചിട്ട സാഹചര്യമുണ്ടായി. സംഘർഷം അങ്ങനെ കടുക്കുന്ന ഘട്ടത്തിൽ ദുബായിലെ താമസക്കാർക്ക് മാറാൻ, സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറാനുള്ള ജാഗ്രതാ സന്ദേശങ്ങൾ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഫോണുകളിൽ എത്തിത്തുടങ്ങി. ബിഗ് 1 എന്ന് ട്രംപ് വിശേഷിപ്പിക്കുന്ന വലിയൊരു ആക്രമണ പദ്ധതി, അതിന് മുന്നോടിയായിട്ടുള്ള അമേരിക്കൻ വ്യോമസേനയുടെ കരുത്തുറ്റ ബോംബർ വിമാനങ്ങൾ, B-2 ബോംബറുകൾ അടക്കം, സ്പിരിറ്റ് അടക്കം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ബ്രിട്ടീഷ് താവളങ്ങളിൽ നിലയുറപ്പിക്കും. ഇറാൻ നാവികസേനയെ പൂർണ്ണമായും നാമാവശേഷമാക്കാനുള്ള ഒരു നീക്കം. അതിന്റെ ഭാഗമായി അമേരിക്കൻ സൈന്യം കഴിഞ്ഞ രാത്രി ഇറാന്റെ കൂറ്റൻ ഡ്രോൺ വാഹിനി കപ്പൽ അഗ്നിക്കിരയാക്കി മാറ്റിയിരുന്നു. ടെഹ്റാനിലും ബെയ്റൂട്ടിലുമൊക്കെ ശക്തമായ വ്യോമാക്രമണം നടത്തി ഇസ്രയേൽ ആകട്ടെ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. ടെഹ്റാനിലെ കോമ്പൗണ്ടിന് താഴെയുള്ള ആയത്തുള്ള ഖമനിയുടെ സൈനിക ബങ്കർ തകർത്ത നിമിഷത്തിന്റെ ചില ദൃശ്യങ്ങൾ IDFും പുറത്തുവിട്ടതാണ്. ഈ ഘട്ടത്തിൽ തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കുന്നുവെന്ന് ഇറാന്റെ പ്രഖ്യാപനമുണ്ടായത്. ഇറാന്റെ ഇടക്കാല നേതൃ കൗൺസിലാണ് ഈ തീരുമാനം പുറത്തുവിട്ടത്. ഗൾഫ് രാജ്യങ്ങളോട് മാപ്പ് ചോദിച്ചുകൊണ്ടായിരുന്നു ഇറാൻ പ്രഖ്യാപനം നടത്തിയത്. ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രമാക്കി തങ്ങൾക്ക് നേരെ ഇനി ആക്രമണം ഉണ്ടായില്ലെങ്കിൽ ഈ രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഔദ്യോഗിക ചാനലിലൂടെ പ്രസ്താവന പുറത്തുവിട്ടത്. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ച് ആക്രമണത്തിനായി അമേരിക്കൻ ബേസുകൾ, അത് ഈ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നിലയുറപ്പിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഒരു തരത്തിലും ഈ മാപ്പിന് യാതൊരു പ്രസക്തിയും മുന്നിൽ കാണുന്നില്ല. ഇസ്രയേലും അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങില്ല ഇറാൻ എന്നാണ് പെസഷ്കിയാൻ പറയുന്നത്. അമേരിക്ക ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് പിറകെ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ വ്യോമതാവളങ്ങളെ ഇറാൻ ലക്ഷ്യം വെച്ചത് ഇതുവരെയും അവസാനിപ്പിച്ചിട്ടില്ല. ഇതുതന്നെയാണ് ഈ മേഖലയിലെ കടുത്ത സംഘർഷാവസ്ഥയും അനിശ്ചിതത്വവും പടരാനായി ഇടയാക്കിയത്. സൗദി അറേബ്യ, UAE, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ, കുവൈത്ത് അടക്കമുള്ള രാജ്യങ്ങളെ ഇറാൻ ആക്രമിച്ചു. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുകയും ചെയ്തു. 100 കണക്കിന് കപ്പലുകൾ കടലിൽ പെട്ടുകിടക്കുന്നു.
ഒമാൻ തുറമുഖങ്ങൾക്കും ഇന്ധന ടാങ്കറുകൾക്കും നേരെയും ഇറാൻ ആക്രമണം അഴിച്ചുവിട്ടു. ഇസ്രയേൽ US ആക്രമണത്തിന് പിന്നാലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ നിരന്തരം ആക്രമണം നടത്തിയതിനു പുറകെയാണ് ഈ ക്ഷമാപണം നടത്തിയിരിക്കുന്നത്. ഇറാൻ ആക്രമണം നടത്തിയത് പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള പ്രത്യാക്രമണമായിരുന്നുവെന്നാണ് മസൂദ് പെഷസ്കിയാന്റെ വിശദീകരണം. നിരുപാധികം കീഴടങ്ങണമെന്ന ഇറാന്റെ ആവശ്യം മസൂദ് പെഷസ്കിയാൻ വീണ്ടും തള്ളിയിരിക്കുന്നു. മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാൻ ടെഹ്റാൻ ഉദ്ദേശമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അയൽ രാജ്യങ്ങൾക്കെതിരെ ഇനി ആക്രമണമില്ല, പക്ഷേ ആ രാജ്യങ്ങളിൽ നിന്നും ഒരു കാരണവശാലും ഇറാന് നേരെ ആക്രമണം ഉണ്ടാകരുത്. അല്ലാത്ത പക്ഷം വിക്ഷേപണങ്ങൾ നടത്തില്ല. താൽക്കാലിക നേതൃത്വ സമിതി ഇക്കാര്യം അറിയിച്ചുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അടുത്തിടെ നടന്ന ആക്രമണങ്ങളിൽ ബാധിക്കപ്പെട്ട പ്രാദേശിക സർക്കാരുകളോടും അദ്ദേഹം ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ നിരുപാധികം കീഴടങ്ങുമെന്ന അവരുടെ സ്വപ്നങ്ങൾക്ക് അവർക്ക് അത് ശവക്കല്ലറയിലേക്ക്, ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാമെന്നാണ് മസൂദ് പെസഷ്കിയാന്റെ വെല്ലുവിളി. അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ കടുത്ത നിലപാട് തന്നെയാണ് ഇറാൻ സ്വീകരിക്കുന്നത്. അതോടൊപ്പം അയൽ രാജ്യങ്ങൾക്ക് തങ്ങളുടെ ഭാഗത്തു നിന്നും ദോഷമുണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകാനും ടെഹ്റാൻ ശ്രമം നടത്തുന്നുവെങ്കിൽ പോലും അത് ഏത് പരിധിവരെ വിജയിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ഇതിനിടയിൽ തന്നെ ശ്രദ്ധേയമായൊരു വിഷയം, ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് ശേഷവും അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ട് ഏറെ സജീവമായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇസ്രയേലിനെ ഭീഷണിപ്പെടുത്തുന്ന, അമേരിക്കയെ വിരട്ടുന്ന തരത്തിലുള്ള ചില സന്ദേശങ്ങൾ ഖമനേയുടെ ഔദ്യോഗിക അക്കൗണ്ടിലൂടെ പുറത്തുവിടുകയാണ്. സയനിസ്റ്റ് ഭരണകൂടം വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്, ഇതിന്റെ പ്രത്യാഘാതം നിങ്ങൾക്ക് നിരാശയുണ്ടാക്കുന്നതായിരിക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് പോസ്റ്റ്. അതിലൊരു ചിത്രം കൂടി പങ്കുവെക്കുന്നുണ്ട്. വമ്പൻ ബാലിസ്റ്റിക് മിസൈൽ രാത്രി ശത്രുരാജ്യത്ത് വീഴുന്നതിന്റെ ചിത്രമാണ് ആദ്യത്തേത്. രണ്ടാമത്തേതിൽ മരുഭൂമിയിൽ ഇറാൻ സൈനികർ മൊബൈൽ ലോഞ്ചറിൽ മിസൈലുമായി നിൽക്കുന്നത്, തൊട്ടടുത്ത ഇറാനിയൻ പതാക പറക്കുന്നത് കാണാം. വെളുത്ത കോട്ട് ധരിച്ചുകൊണ്ട് ഭൂഗർഭ അറയിലെന്നതുപോലെ ഒരു മുറിക്കുള്ളിൽ ശാസ്ത്രജ്ഞർ ഹൈപ്പർസോണിക് മിസൈലുകൾ വികസിപ്പിക്കുന്നതോ അതല്ലെങ്കിൽ ന്യൂക്ക് ഹെഡുകൾ വികസിപ്പിക്കുന്നതോ ആയിട്ടുള്ള ചിത്രമാണ് മൂന്നാമതുള്ളത്. ഫെബ്രുവരി 28-നാണ് ഖമനേയി കൊല്ലപ്പെട്ടതിന് ശേഷം അക്കൗണ്ടിലെ ബയോ ഇസ്ലാമിക് റവല്യൂഷനിലെ രക്തസാക്ഷിത്വം വരിച്ച നേതാവ് എന്നാക്കി മാറ്റിയത്. ഖമനേയുടെ മരണത്തിന് പുറകെ തന്നെ ഇസ്രയേലും അമേരിക്കയിലുമായി ഒട്ടനവധി ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ അയച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഭീഷണിയും നിലനിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.